ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു നോമ്പ് തുറയുടെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊന്ന് കാണിക്കുകയാണ്. ഈവനിങ് കിച്ചണിൽ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്താ കാസർഗോഡ് ചിക്കൻ കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ സമൂസയ്ക്ക് മസാല റെഡിയാക്കുകയാണ്. സമൂസക്കുള്ള മസാലയിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി ഏട്ടത്തി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ നല്ലൊരു ഇതല്ലേ, വൈബല്ലേ. പിന്നെ ഇത് ചിക്കൻ പക്കോടയാണ്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇത് സാൻഡ്വിച്ചിന് വേണ്ടി റെഡിയാക്കുന്നുണ്ടത്. മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കന് മസാലയൊക്കെ ആക്കി അതിലേക്ക് മയോണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കാം. ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിറച്ചും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ബ്രെഡ് സ്ലൈസ് കൂടി വെച്ച് കൊടുക്കാം. എന്നും ഈവനിങ് നോമ്പ് തുറക്ക് റെഡിയാക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കും. എപ്പോഴും പറ്റാറില്ല. ഒന്നെങ്കിലും മടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കായ് സർവത്ത് എന്ന് പറയും കാസർഗോഡ്. ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു സർവത്താണ്. കായ് നല്ല പഴുത്ത കദളിപ്പഴം ഇതുപോലെ കുത്തി കൊടുക്കും. എന്നിട്ട് വെള്ളമൊഴിച്ച് കസ്കസ് ഒഴിച്ച് കൊടുക്കും. ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും. പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാസർഗോഡുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇത് പണ്ട് കാലങ്ങളിലെ ഉണ്ടാക്കുന്ന ഒരു സർബത്താണ്. പിന്നെ നമ്മൾ റെഡിയാക്കിയ സമൂസ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പക്കോട കൂടി ഫ്രൈ ആക്കി കോരിയെടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ച് മേക്കറിൽ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുണ്ടല്ലോ, എല്ലാവരും ചേർന്ന് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും സമൂസ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെറ്റാക്കി വെക്കലാണ്. ഇത് ബ്രെഡ്, ഈ സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കട്ട്ലറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ടേബിളിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് കുഞ്ഞുമക്കളും വലിയവരും എല്ലാവരും ചേർന്ന് റാഹത്തായി കൂടുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്താനും ഒന്നും മറക്കരുത്. Thank you for watching. Thank you.